അമേരിക്കൻ റവല്യൂഷൻ. ഉത്തര അറ്റ്ലാന്റിക് തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ. അവർ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന് എതിരായി നടത്തിയ സ്വാതന്ത്ര്യ സമരം. ഈ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ സമുദ്രതീര പ്രദേശങ്ങളിൽ കുടിയേറിപ്പാർത്തവരാണ് ഈ കോളനികൾ സ്ഥാപിച്ചത്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, ഫ്രാൻസ്, പോളണ്ട്, ജർമ്മനി, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റം പ്രധാനമായും നടന്നത്. ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ബ്രിട്ടീഷുകാരായിരുന്നു. 1763 ഉണ്ടായിരുന്ന 13 കോളനികളിലെ നിവാസികളിൽ 13 ലക്ഷം പേർ ഇംഗ്ലീഷുകാരായിരുന്നു. ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ ജന്മദേശം വിട്ടുപോകുന്ന ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റുകാരായിരുന്നു ഇവരിലധികം പേര്. ന്യൂയോർക്ക്, റോഡ് ഐലൻഡ്, ന്യൂജേഴ്സി എന്നീ തുടങ്ങി 13 കോളനികൾ. ഈ കോളനികളിലെല്ലാം തന്നെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഇംഗ്ലീഷുകാരായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ആശയങ്ങളെയും രാഷ്ട്രീയ സമ്പ്രദായങ്ങളെയും അവർ കൂടെ കൊണ്ടുവരികയും കുടിയേറിപ്പാർത്ത കോളനികളിൽ അവ പ്രചരിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും ഓരോ നിയമസഭയുണ്ടാക്കി. മിക്ക കോളനിയിലെയും ഭരണത്തലവൻ ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിപുരുഷനെന്ന നിലയിൽ ഗവർണറായിരുന്നു. ഗവർണറും പ്രാദേശിക നിയമസഭയും തമ്മിലുള്ള ബന്ധം പ്രായേണ ബ്രിട്ടീഷ് രാജാവും ബ്രിട്ടീഷ് പാർലമെൻറ്റും തമ്മിലുള്ള ബന്ധം പോലെയായിരുന്നു. നിയമസഭയുടെ അംഗീകാരമില്ലാതെ നിയമമുണ്ടാക്കുകയോ പുതിയ നികുതികൾ ചുമത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് കോളനിക്കാർ വാദിച്ചിരുന്നു. വിപ്ലവകരമായ രാഷ്ട്രീയ ആശയങ്ങൾ അമേരിക്കൻ കോളനികൾ വളർന്നു വരാൻ പല സാഹചര്യങ്ങളും സഹായകമായി. കോളനിക്കാരിൽ ഭൂരിപക്ഷം പേരും കത്തോലിക്ക മതത്തോട് കൂറില്ലാത്ത പ്യൂരിറ്റൻ വിഭാഗക്കാരായിരുന്നു. അവരുടെ സ്വാതന്ത്ര്യബോധം രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രതിഫലിച്ചു. അത് സാമ്പത്തിക സാമൂഹിക സ്ഥിതികളും രാഷ്ട്രീയ വിപ്ലവത്തിനും കളമൊരുക്കി. കോളനികളിലെ ഭൂരിപക്ഷം പേരും ഇടത്തരക്കാരോ താഴേക്കിടയിലുള്ളവരോ ആയിരുന്നതിനാൽ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി കോളനികളിൽ വേരൂന്നിയിരുന്നില്ല. ഭൂമിശാസ്ത്രപരമായും കോളനികൾക്ക് അനുകൂല സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മാതൃരാജ്യത്ത് നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്തിരുന്നത് കൊണ്ട് അവിടെ നിന്ന് അനേക ദിവസത്തെ സമുദ്രസഞ്ചാരം നടത്തി കോളനികളിൽ എത്തിച്ചേരുന്നത് അത്യന്തം ദുഷ്കരമായതിനാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കോളനികളുടെ കാര്യത്തിൽ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിരുന്നില്ല. സാമ്പത്തികമായി ബ്രിട്ടന് കോളനികൾ കൊണ്ട് വലിയ മെച്ചമുണ്ടായിരുന്നില്ല. അതിനാൽ കോളനികളുടെ കാര്യം കോളനിക്കാർ തന്നെയാണ് നോക്കിയിരുന്നത്. സ്വാഭാവികമായും മാതൃരാജ്യത്തിൻ്റെ ഇടപെടൽ കോളനികളിൽ തൃപ്തിയില്ലായ്മയുണ്ടാക്കി. കച്ചവടക്കാര്യത്തിൽ ബ്രിട്ടന് കോളനികളിൽ ഇടപെടാതെ നിവൃത്തിയില്ലാതെ വന്നു. എന്നാൽ ബ്രിട്ടൻ്റെ കച്ചവട നയം മെർക്കന്റിലിസ്റ്റ് സിദ്ധാന്തത്തെ ആധാരമാക്കിയായിരുന്നു. രാജ്യത്തിൻ്റെ സമ്പത്തും ശക്തിയും വർദ്ധിക്കുന്ന വിധത്തിൽ പ്രജകളുടെ വിദേശ വ്യാപാരം ക്രമപ്പെടുത്തണമെന്നതാണ് മെർക്കന്റിലിസത്തിൻ്റെ തത്വം. ബ്രിട്ടൻ്റെ ദൃഷ്ടിയിൽ കോളനിക്കാർ ബ്രിട്ടീഷ് പ്രജകളായിരുന്നു. അതിനാൽ തന്നെ മെർക്കന്റിലിസ്റ്റ് തത്വപ്രകാരം കോളനികൾക്ക് ബ്രിട്ടനോട് 3 തരം ബാധ്യതകളുണ്ടായിരുന്നു. അവ പ്രാവർത്തികമാക്കാൻ ബ്രിട്ടന് പല നിയമങ്ങളും നിബന്ധനകളും നടപ്പിലാക്കി. ഉദാഹരണമായി ബ്രിട്ടന് ആവശ്യമായ നീലം കരോലിനയിലും കാപ്പി ജമൈക്കയിലും പുകയില വെർജീനിയയിലും കൃഷി ചെയ്തുണ്ടാക്കാൻ ബ്രിട്ടന് പ്രോത്സാഹനം നൽകി. അത് സാധ്യമല്ലാതിരുന്നെങ്കിൽ ഇവ ബ്രിട്ടന് സ്പെയിനിൽ നിന്ന് വാങ്ങേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് വ്യവസായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുമായി മത്സരിക്കാതിരിക്കാൻ കോളനികളിൽ ഉണ്ടാക്കുന്ന ചരക്കുകളുടെ കയറ്റുമതിയിൽ സൂക്ഷ്മത കാണിച്ചിരുന്നു. കോളനികളിൽ ഉണ്ടാക്കിയിരുന്ന രോമത്തൊപ്പികൾ കയറ്റുമതി ചെയ്യുന്നത് ബ്രിട്ടീഷ് കർശനമായി നിരോധിച്ചു. ബ്രിട്ടനിലെ തൊപ്പി നിർമ്മാണ വ്യവസായത്തിന് ദോഷം വരാതിരിക്കാനാണ് ഈ നിബന്ധന ഏർപ്പെടുത്തിയത്. കോളനികൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വിഷമമുണ്ടാക്കിയിരുന്നത് നാവിക നിയമങ്ങളാണ്, അഥവാ നാവിഗേഷൻ ആക്ട്സ്. എല്ലാ ചരക്കുകളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും ഇംഗ്ലണ്ടിലോ അയർലാൻഡിലോ കോളനികളിലോ നിർമ്മിച്ചതും ബ്രിട്ടീഷ് പ്രജകൾ മാത്രം നയിച്ചു കൊണ്ടുവരുന്നതുമായ കപ്പലുകളിലുമായിരിക്കണം കൊണ്ടുപോകേണ്ടത്. പഞ്ചസാര, പുകയില, പഞ്ഞി, രോമം, അരി, നീലം എന്നിങ്ങനെ പ്രത്യേക പട്ടികയിൽപ്പെടുത്തിയ സാധനങ്ങൾ കോളനികൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. യൂറോപ്പിൽ
നിന്ന് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള സാധനങ്ങൾ ഇംഗ്ലണ്ടിൽ അടുപ്പിച്ച് അവിടെ ചുങ്കം കൊടുത്തതിനു ശേഷമേ കോളനികളിൽ എത്തിക്കാൻ പാടുള്ളൂ. ഈ നിബന്ധനകൾ ഏറെക്കാലം കോളനിയിൽ ഗൗനിക്കാതിരുന്നു. കാരണം റോബർട്ട് വാൽപോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, അതായത് 1721 മുതൽ 1742 വരെയുള്ള കാലഘട്ടത്തിൽ ഈ നിബന്ധനകൾ കർശനമായി നടപ്പിലാക്കിയിരുന്നില്ല. അതിനാൽ കോളനിക്കാർ നിയമലംഘനവും കള്ളക്കടത്തും പതിവായി നടത്തിയിരുന്നു. മാത്രമല്ല, കോളനിക്കാരുടെ അയൽപ്രദേശമായ കാനഡ ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം കാലം കോളനികൾക്ക് സ്വയരക്ഷയ്ക്ക് ബ്രിട്ടനെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഇതിനു പുറമെ 18-ാം നൂറ്റാണ്ടിൽ കോളനികൾ ദുർബലാവസ്ഥയിൽ പരസ്പര വൈരാഗ്യത്തിലും കഴിയുകയായിരുന്നു. അതിനാൽ ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യ മേധാവിത്വത്തെ ചെറുക്കാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. മതം, സാമൂഹികാചാരങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയിൽ താൽപര്യഭിന്നത ഉണ്ടായിരുന്ന കോളനികൾ തമ്മിൽ പരസ്പരം സഹകരണവും സൗഹാർദ്ദവും ഉണ്ടാകാതിരുന്നതിനാൽ അവർ ഒരു പൊതുശത്രുവിനെ നേരിടാൻ പ്രാപ്തരല്ലായിരുന്നു. എന്നാൽ 1763 സ്ഥിതിഗതികൾ പാടെ മാറി. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിൽ, അതായത് 1756 മുതൽ 1763 വരെയുള്ള യുദ്ധത്തിൽ ഫ്രാൻസ് പരാജയപ്പെട്ടതിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ കാനഡ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. അത് കാരണം കോളനികൾക്ക് അയൽപക്കത്തെ ഫ്രഞ്ച് ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ലാതായി. മാത്രമല്ല, സപ്തവത്സര യുദ്ധത്തിൽ കോളനികൾ വഹിച്ച പങ്ക് അവരിൽ ആത്മവിശ്വാസം ഉളവാക്കി. 1754 അൽബാനി കോൺഗ്രസിൽ 7 കോളനികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും 13 കോളനികളെയും കൂട്ടിച്ചേർത്ത് ഒരു ഫെഡറൽ സംഘം ഉണ്ടാക്കുവാൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവിടെ അവതരിപ്പിച്ച് രൂപരേഖ ചർച്ച ചെയ്യുകയും ചെയ്തു. കോൺഗ്രസ് പദ്ധതി അംഗീകരിച്ചില്ലെങ്കിലും യോജിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി കോളനികൾ ചിന്തിക്കാൻ കോൺഗ്രസിലെ ചർച്ചകൾ സഹായിച്ചു.